KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് CPM നേതാവ് PK ശശി. ശശിയെ നീക്കണമെന്ന് പാലക്കാട് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. ഏറെ നാളായി പാർട്ടിയുമായി ഭിന്നതയിൽ ആയിരുന്ന ശശി UDF-ലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി വിനീഷ് ചേർന്നു. വിനീഷ്, അങ്ങനെ CPM-ൽ നിന്നും വലിയ ആരോപണങ്ങൾ നേരിട്ട് പുറത്തേക്ക് പോകുന്ന കക്ഷികൾ ഇപ്പോൾ സ്ഥാനങ്ങളൊക്കെ രാജിവെച്ച് നേരെ UDF പാളയത്തിലേക്ക് ചേക്കേറാനുള്ള ശ്രമമാണ്. വിനീഷ്, തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. കാരണം പാർട്ടി നേരത്തെ നൽകിയ ഒരു സ്ഥാനം അത് രാജിവെച്ചുകൊണ്ട് പാർട്ടി നിർദ്ദേശം അനുസരിച്ച് രാജിവെക്കുന്നു. നേരത്തെ തന്നെ PK ശശിക്കെതിരെ വലിയ ആരോപണങ്ങൾ തന്നെയാണ് പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ നിന്ന് ഉയർന്നു വന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജില്ലാ ഘടകം രാജിവെക്കണമെന്ന നിർദ്ദേശം ശശിക്ക് മുന്നിൽ വയ്ക്കുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശശി രാജിവെക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇനി അടുത്ത പാളയം എവിടേക്കാണ് എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. മറ്റൊന്നുമല്ല, കോൺഗ്രസ് പാളയത്തിലേക്ക് കടന്നേക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം വളരെ ശക്തമായ ഒരു നിലപാട് പല ഘട്ടങ്ങളിലും പാർട്ടിക്കുള്ളിൽ എടുത്തിരുന്ന പാർട്ടി വിമതൻ എന്ന് പല ഘട്ടങ്ങളിലും പാർട്ടി പറയാതെ പറഞ്ഞ നേതാവ് തന്നെയാണ് PK ശശി. അതുകൊണ്ട് തന്നെ PK ശശി ഒരു ഘട്ടത്തിന് ശേഷം വീണ്ടും പാർട്ടി സ്ഥാനം രാജിവെച്ചുകൊണ്ട് പാർട്ടി നൽകിയ ചുമതല രാജിവെച്ചുകൊണ്ട് KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ട് മറ്റൊരു പാളയത്തിലേക്കാണോ എത്തി നോക്കുന്നത് എന്നത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് PK ശശി നീങ്ങുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വളരെ വ്യക്തമാണ്. PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് നേരെ UDF പാളയത്തിലേക്ക് പോകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്.